الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد അള്ളാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞ ഈ ഹദീസുകളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കിനാവിൽ നമുക്ക് കാണാൻ മുത്തുനബിക്ക് സ്വലാത്തും സലാമും പറയാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകണം റഹ്മാനെ. ദുഹാനിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് ഇന്നലെ തുടങ്ങി വെച്ചത്. 293 ഹദീസ്. حدثنا زياد بن أيوب البغدادي قال حدثنا محمد بن ربيعة عن فضيل بن مرزوق عن عطية عن أبي سعيد الخدري رضي الله عنه قال كان النبي صلى الله عليه وسلم يصلي الضحى حتى نقول لا يدعها ويدعها حتى نقول لا يصليها. ഒരു ഹദീസാണ്. അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖാല അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ. മുത്തുനബി എന്താക്കും? ദുഹാ നിസ്കരിക്കും. മുത്തുനബി ദുഹാ നിസ്കരിക്കും. എവിടത്തോളം നിസ്കരിക്കും? ഹത്താ നഖൂല ലാ യദഉഹാ. ഇനി ഒരിക്കലും ദുഹാ നിസ്കാരം മുത്തുനബി ഉപേക്ഷിക്കൂല. ഹബീബായ മുത്തുനബി എല്ലാ ദിവസവും നിസ്കരിക്കും, ഒരിക്കലും ഉപേക്ഷിക്കൂല. അപ്പൊ എല്ലാ നാളും മുത്തുനബി ദുഹാ നിസ്കരിക്കും. ചിലപ്പോ റസൂൽ നിസ്കരിക്കുന്നതേ കാണുന്നില്ല, ചില സമയത്ത് ദുഹാ നിസ്കരിക്കുന്നതേ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഇനി ദുഹാ നിസ്കരിക്കുന്നില്ല, മുത്തുനബി ഇനി ദുഹാ നിസ്കരിക്കുന്നില്ല. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇമാമിങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായിട്ട് നിസ്കരിച്ചെങ്കിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നിസ്കാരം നിസ്കരിച്ചെങ്കിൽ ഞങ്ങൾ നിർബന്ധമായി വിചാരിക്കും നിസ്കാരം എന്താണ്? നിർബന്ധമാണ്, ഫർളാണ്. അത് വിചാരിക്കാതിരിക്കാൻ വേണ്ടി, നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഒഴിവാക്കിയത്. അത് മാത്രമല്ല, മുത്തുനബി ഇങ്ങനെ പതിവാക്കിയാൽ ചിലപ്പോൾ ആ നിസ്കാരം നിർബന്ധമാകാൻ സാധ്യതയുണ്ട്. നിർബന്ധമായാൽ മുത്തുനബിക്കൊന്നും പ്രശ്നമില്ല, സ്വഹാബാക്കൾ നിസ്കരിക്കും. പക്ഷേ പിൽക്കാലത്ത് ഞങ്ങളെപ്പോലുള്ള 5 വക്തേ നിസ്കരിക്കുന്നില്ല. അപ്പൊ അത് പേടിച്ചുകൊണ്ട് ചില സമയത്ത് മുത്തുനബി ഉപേക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോ പുറത്ത് നിസ്കരിച്ചിരിക്കും, ചിലപ്പോ പുറത്ത് പള്ളിയിലാണെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടാകും. അപ്പോ അത് നിസ്കരിച്ചിട്ടില്ല, ഉപേക്ഷിച്ചത് അത് നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും, ചിലപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടാൽ പടച്ച റബ്ബ് നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ നിർബന്ധമാക്കിയാൽ എൻ്റെ ഉമ്മത്തികൾക്ക് നിസ്കരിക്കാൻ കഷ്ടമായി പോകും, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ചിലപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത്. ഇനി حدثنا أحمد بن منيع رضي الله عنه എത്രാമത്തെ ഹദീസ്? 295 അല്ലെ. حدثنا أحمد بن منيع عن هشيم قال حدثنا عبيدة عن إبراهيم عن سهم بن منجاب عن قرصع اللبي أو عن قزعة عن قرصع عن أبي أيوب الأنصاري رضي الله عنهم أن النبي صلى الله عليه وسلم كان يدمن 4 ركعات عند زوال الشمس فقلت يا رسول الله إنك
تضمن هذه الأربع ركعات عند زوال الشمس. فقال إن أبواب السماء تفتح عند زوال الشمس ولا ترتج حتى تصلى الظهر فأحب أن يسعد لي في تلك الساعة خير. قلت أفي كلهن قراءة؟ قال نعم. قلت هل فيهن تسليم فاصل؟ قال لا. أخبرني أحمد بن منيع قال حدثنا أبو معاوية قال حدثنا عبيدة عن إبراهيم عن سهم بن منجاب عن قزعة عن كرصع عن أبي أيوب الأنصاري عن النبي صلى الله عليه وسلم نحوه. എന്ത് പറഞ്ഞേ? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്ന സമയത്ത്, സൂര്യൻ ഉച്ച സമയം മധ്യത്തിലേക്ക് എത്തി തെറ്റുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം 4 റക്അത്ത് നിസ്കരിക്കും. മനസ്സിലായ? എന്ന് പറഞ്ഞ് അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്മിനു 4 റക്അത്തിൻ ഇൻദ സവാലി ശംസി. സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റുന്ന സമയത്ത് എല്ലാ ദിവസവും 4 റക്അത്ത് മുത്തനബി നിസ്കരിക്കും. ഫഖുൽതു, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക തുദ്മിനു ഹാദിഹി അർബഅ റക്അത്തിൻ ഇൻദ സവാലി ശംസി. സൂര്യൻ മധ്യാഹ്നത്തിട്ട് ഉച്ച ആ സമയം ഉണ്ടല്ലേ, അത് തെറ്റിയ സമയത്ത് 4 റക്അത്ത് എപ്പോൾ നിസ്കരിക്കുന്നല്ലേ? എന്താണ് ആ സമയത്ത് നിസ്കരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഫഖാല, ഹബീബായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, ഇന്ന അബ്വാബസ് സമാഇ തുഫ്തഹു ഇൻദ സവാലി ശംസി. സൂര്യൻ മധ്യാഹ്നത്തിട്ട് തെറ്റിയ സമയത്ത് ആകാശത്തിന്റെ ഡോർ തുറക്കപ്പെടും, ആകാശത്തിന്റെ ബാദൽ എന്താക്കപ്പെടും? തുറക്കപ്പെടും. ഓരോ മുഅ്മിനീങ്ങൾക്കും ആകാശത്തിന്റെ ഡോർ തുറക്കപ്പെടുന്നുണ്ട്. അവൻ നിസ്കാരം ഉയർത്താനും അവന് റിസ്ക്കിനെ കൊടുക്കാനും അവന്റെ കാര്യങ്ങളെ ഉയർത്താനും ഒക്കെ ആകാശത്തിൽ എന്താക്കും? തുറക്കപ്പെടും. മുത്തുനബി പറയുന്നു, ഉച്ച സമയത്ത് ആകാശത്തിന് ഡോർ എന്താക്കപ്പെടുന്നു? തുറക്കപ്പെടും. ഫലാ തുർതജു, അതിനടക്കപ്പെടുകയില്ല. ഹത്താ തുസല്ല ളുഹുർ, നിസ്കാരം വരെ അടക്കപ്പെടല. ആ തുറന്ന ബാദല് ളുഹുർ നിസ്കരിക്കുന്ന വരെ ഇങ്ങനെ എന്തായിട്ടുണ്ടാകും? തുറന്നിട്ടുണ്ടാകും. മുത്തുനബി പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ സമയത്ത് എന്റെ ഖൈറായ സൽക്കർമ്മങ്ങളെ ആ ബാദലിൽ കൂടി ഉയർത്തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ തുറക്കപ്പെട്ട ബാദലിൽ എന്റെ ഖൈറായ അമൽ എന്താവണം? ഉയർന്ന് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം. അത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 4 റക്അത്ത് ഉണ്ടാക്കുന്നത് ആ സമയം നിസ്കരിക്കുന്നത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അഫീ കുല്ലിഹിന്ന ഖിറാഅ, എല്ലാ റക്അത്തിലും ഫാത്തിഹയും സൂറത്തും ഓതലുണ്ടാ ആ നിസ്കാരത്തിൽ? ഖാല, മുത്തുനബി പറഞ്ഞു, നഅം, അതേ, ഓതാനുണ്ട്. ഖുൽതു, ബഹുമാനപ്പെടുമ്പോൾ പിന്നെയും ഞാൻ ചോദിച്ചു, ഹൽ ഫീഇന്ന തസ്ലീമുൻ ഫാസിലുൻ, ആ നിസ്കാരത്തിൽ 2 റക്അത്ത് സലാം വീട്ടിട്ട് നിസ്കരിക്കുന്നതാ? എങ്ങനെ നിസ്കരിക്കുന്നത്? അല്ല 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതാ? കേട്ട് കേട്ടു. ഖാല, മുത്തുനബി പറഞ്ഞു, ഇല്ല, വിട്ടുപിരിക്കുന്നില്ല, ഒന്നിച്ചിട്ട് ഉണ്ടാക്കുന്നത്, ഒറ്റടിക്കൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നത്. അപ്പോ ഈ നിസ്കാരം ഏത് നിസ്കാരമാണ് ഇവിടെ പറഞ്ഞു? അത് ഇമാമിങ്ങൾ പറഞ്ഞു, ആ നിസ്കാരം ളുഹുർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരമാണ്. ളുഹുർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം ഒന്നിച്ചിട്ട് ഒരേ സലാം കൊണ്ട് ഉണ്ടാക്കാൻ 4 റക്അത്ത് നിസ്കരിക്കുക റവാത്തി നിസ്കാരം. ളുഹുർ നിസ്കാരത്തിന്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരമാണ്. അതെന്താക്കാം? ഒരേ സലാമിൽ 4 റക്അത്ത് ഉണ്ടാക്കാം, നിസ്കരിക്കാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിസ്കരിച്ചത്. 2 റക്അത്ത് നിസ്കരിക്കലാണ് നല്ലത്. 4 റക്അത്ത് ഉണ്ടാക്കാം, ഒരു സലാം കൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കാം. അതേപോലെ എന്തായില്ലേ, അത് ഈ നിസ്കാരമാണ് ളുഹുർ നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്ത് നിസ്കാരമാണ്.
അത് ഒരേ സലാം കൊണ്ടുണ്ടാക്കി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അതായത് ളുഹൂറിന്റെയും അസറിന്റെയും 4 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ എന്താക്കാം, 2-ാം റക്അത്ത് സലാം വീട്ടാതെ ഒന്നിച്ച് നിസ്കരിക്കാം. നിസ്കരിക്കണമെങ്കിലല്ല, നിസ്കരിക്കാം, അനുവദനീയമാണ്. അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ ചോദ്യം ചോദിക്കാൻ പോകണ്ട, നിസ്കരിക്കുന്ന കിതാബിലൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. حدثنا محمد بن المثنى قال حدثنا أبو داود قال حدثنا محمد بن مسلم بن أبي الوضاح عن عبد الكريم الجزري عن مجاهد عن عبد الله بن السائب أن رسول الله صلى الله عليه وسلم كان يصلي 4 بعد أن تزول الشمس قبل الظهر سورة وقال إنها ساعة تفتح فيها أبواب السماء فأحب أن يسعد لي فيها عمل صالح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 റക്അത്ത് സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയതിന് ശേഷം നിസ്കരിച്ചിരുന്നു. എപ്പോ? ഖബല ളുഹ്രി, ളുഹറിന് മുന്നേ. വഖാല, എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഇന്നഹാ സാഅത്ത്, അതൊരു സമയമാണ്. ഏത് സമയം? ആ സൂര്യൻ മധ്യാഹ്നം തെറ്റിട്ട് ആ ളുഹറിന് മുമ്പുള്ള സമയമുണ്ടല്ലേ, അതൊരു സമയമാണ്. എങ്ങനത്തെ സമയം? തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ ഡോറുകളെ ഇതാക്കപ്പെടും, തുറക്കപ്പെടും. ആകാശത്തിന്റെ വാതിലുകളെ തുറക്കപ്പെടും. ആ സമയത്ത് മുഖ്യമഹിബു, എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, ഇഷ്ടമാണ്, അമലും സ്വാലിഹുൻ, എനിക്ക് ആ സമയത്ത് എന്റെ സ്വാലിഹായ അമൽ ഉണ്ടാക്കണം, ആ ഡോറിൽ കൂടി കടന്നു പോകണം. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നുണ്ട്, ആ സമയത്ത് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. അത് ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരമാണ്. حدثنا أبو سلمة يحيى بن خلف قال حدثنا عمر بن علي المقدمي عن مسعر بن كدام عن أبي إسحاق عن عاصم بن ضمرة عن علي أنه كان يصلي قبل الظهر 4 وذكر أن رسول الله صلى الله عليه وسلم كان يصليها عند الزوال ويمد فيها. വ്യക്തമായിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു തൊട്ട് അന്നഹു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല ളുഹ്രി 4, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. എപ്പോ? ളുഹറിന് മുന്നേ. വദക്കറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുസല്ലിഹാ ഇൻദ സവാലി, ഉച്ചയായ സമയത്ത്, സൂര്യൻ മധ്യാഹ്നം തെറ്റിയ സമയത്ത് ആ നിസ്കാരം ളുഹറിന് മുന്നേയായിട്ട് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നു. കാരണം ആ ഒരു സമയം വലിയ ആകാശത്തിന്റെ ഡോറുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. ആ ഡോറിൽ കൂടി എന്റെ സ്വാലിഹ ഇരിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്താക്കണം, ഇത് കടന്നു പോകണമെന്ന് മുത്തുനബി ആഗ്രഹിച്ചത് കൊണ്ട് അന്നുണ്ടാക്കി അവർ നിസ്കരിച്ചു. അപ്പോ ദുഹാ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ദുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയ എത്ര റക്അത്ത്? 2 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ് ദുഹാ നിസ്കാരം. യാറൻ ചെല്ലെങ്കിൽ 8 റക്അത്ത്, അതിനേക്കാളും യാറൻ ചെല്ലെങ്കിൽ 12 റക്അത്ത് വരെ എന്താക്കാം, ദുഹാ നിസ്കരിക്കാം. അതേപോലെ അബീ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസുണ്ട്, അന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗ്ഗത്തിൽ ഒരു ഡോറുണ്ട്, സ്വർഗ്ഗത്തിൽ ഒരു ഡോറുണ്ട്. യുഖാലു ലഹു അൽ-ളുഹാ, യുഖാലു ലഹു അൽ-ളുഹാ, ആ ഡോറിന് ളുഹാ എന്ന് പേര് പറയപ്പെടും. ഒരു ബാദലിക്ക് ഒരു പേരുണ്ട്, ആ ബാദലിന്റെ പേര് ളുഹാ എന്നാണ്. ഫൈദാ കാന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാൾ ആയി സംഭവിച്ചു കഴിഞ്ഞാൽ നാദാ മുനാദിൻ, വിളിച്ചു പറയുന്നവരാണ്, അവർ മലക്ക് വിളിച്ചു പറയുന്നത്, ഐനല്ലദീന കാന യുദീമൂന അല സ്വലാത്തുൽ ളുഹാ, ദുഹാ നിസ്കാരം കണ്ടിന്യൂ ആയി നിസ്കരിച്ച ആളുമാർ വളരെ, ഓ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പോയി, ആരാണ് ദുഹാ നിസ്കാരം കണ്ടിന്യൂ ആയി നിസ്കരിച്ചുള്ളവർ? അവർ എന്താക്കി, ഹാദാ ബാബുക്കു, നിങ്ങൾ ഡോർ ഇതാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് അടക്കേണ്ട ബാബ് ഇതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ആ ബാബലിലേക്ക് നിങ്ങൾ കടന്നു പോവുക. അതേപോലെ ആ നിസ്കാരം മുനാഫിക്കീങ്ങൾക്ക് നിസ്കരിക്കാൻ സാധ്യമല്ല. അതേപോലെ മുനാഫിക്കീങ്ങൾ ഖുൽയായുൽ കാഫിർ, ആ സൂറത്ത് ഓതാൻ കഴിയൂല അവരെ കൊണ്ടിട്ട്. അത് സത്യവിശ്വാസികൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂത്രേ, നിസ്കരിക്കാനും അതേപോലെ സൂറത്തുൽ ഖുൽയായുൽ കാഫിർ ഓതാൻ കഴിയൂത്രേ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ 300 ചില്ലാനം ജോയിന്റുകളുണ്ട്.
ജോയിന്റുകളുണ്ട്. ഓരോ ജോയിന്റിനും ഓരോ എന്താക്കണം സദക്ക കൊടുക്കണമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നാൾക്ക് 300 ചില ഇന്ത്യന്റെ പൈസ തന്നെ വെച്ചോളി. 300 ചില്ലറ ഉറുപ്പെങ്കിൽ 10 നാൾക്ക് എത്രയായി? ഒരു തിങ്ങൾക്ക് എത്രയായി? ഒരു കൊല്ലത്തിന് എത്രയായി? ആ 300 ചില്ലറ ഉറുപ്പ സദക്ക കൊടുക്കണു എന്ന് അതിലേക്ക് മതിയാകുന്ന ഒരു ഇബാദത്താണ് 2 റക്അത്ത് ദുഹാ നിസ്കാരം. അപ്പൊ എല്ലാവരും ദുഹാ നിസ്കരിക്കണം. വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ്. ദാരിദ്ര്യങ്ങൾ നീങ്ങുന്ന നിസ്കാരമാണ്. മുത്തുനബി സ്വഹാബാക്കളോട് വസിയത്ത് പറഞ്ഞ നിസ്കാരമാണ്. മുത്തുനബി പല സ്വഹാബികളോടും പലതും വസിയത്ത് പറഞ്ഞ കൂട്ടത്തിൽ അതേ സമയത്ത് 3 നോമ്പ് നോക്കാനും അതേപോലെ ദുഹാ നിസ്കാരം നിർവഹിക്കാനും വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ മഹാന്മാർ സ്വഹാബി പറഞ്ഞത്, ഔസാനി ബിസ്വലാത്തി റക്അത്തിൽ ദുഹാ, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി എന്റെ ഹബീബായ മുത്തുനബിയോട് വസിയത്ത് പറഞ്ഞു എന്ന് അബൂ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുഹാ നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ദുഹാ നിസ്കാരം നിർവഹിക്കുവാനും അതേപോലെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട്, ദുഹാ നിസ്കാരം കഴിയുമെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. ഉടനെ നിസ്കരിക്കാം, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന പ്രത്യേകം സുന്നത്തുണ്ട്. ആ സുന്നത്തുകളെല്ലാം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങളെ ഇബാദത്തുനെ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.